ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചിട്ടാണ്. തുടങ്ങിയപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു, ഈ സ്കെയിലിലേക്ക് കയറി നിൽക്കുമ്പം എൻ്റെ വെയിറ്റ് കാണുന്നത് എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് അൺഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഒരു ദിവസം ഇങ്ങനെ കൂടുന്നതായിട്ടൊക്കെ കാണുമ്പം ചിലപ്പോൾ ഹോർമോണൽ വേരിയേഷൻ്റെ ഒക്കെ എനിക്കൊരു പേടിയായിരുന്നു. അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ഓരോ തവണ ഫെയിൽ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു, എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ഇനി ഡയറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓരോ ദിവസം കഴിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. സോ ആദ്യം ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഡേ ഞാൻ ബിഗിൻ ചെയ്യുന്നത് ഡീടോക്സ് ഡ്രിങ്കുകൾ വെച്ചിട്ടായിരുന്നു. ഞാൻ എന്തൊക്കെ ഡീടോക്സ് ഡ്രിങ്കുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഷോർട്സ് ആയിട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ പലതരത്തിലുള്ള ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ട്. മേ ബി ചിയ സീഡ് വാട്ടർ, അല്ലെങ്കിൽ ജിഞ്ചർ വാട്ടർ, അല്ലെങ്കിൽ സിനമൺ വാട്ടർ, ഇങ്ങനെ പല ഇത് കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ തലേ ദിവസം സോക്ക് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബദാം സോക്ക് ചെയ്തിട്ട് അത് ഞാൻ കഴിക്കുമായിരുന്നു. അതൊരു 4 to 5 എണ്ണമാണ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നത് ഡിറ്റോക്സ് വാട്ടർ കുടിക്കാൻ. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ സാധാ കഴിക്കണ പോലെ ദോശയോ അല്ലെങ്കിൽ റാഗിയോ, റാഗി എന്ന് പറയുമ്പോൾ റാഗിയുടെ പുട്ടാണ് കേട്ടോ, കൂടുതലായിട്ട് റാഗി സേമിയുടെ പുട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണമെങ്കിൽ റാഗി ദോശയൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ എനിക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞൊരു സംഭവം, എനിക്ക് ഗ്ലൂട്ടൻ കുറച്ച് അലർജിയാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അലർജിക് എന്ന് പറയാനും പറ്റില്ല. എന്നാലും അത്ര ഗ്ലൂട്ടൻ ഹാഷിമോട്ടോ തൈറോയിഡോട്ടിസ് ഉള്ളവർക്ക് അത്ര നല്ലൊരു കാര്യമല്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നോക്കും. എന്നാലും ഇടയ്ക്കൊക്കെ ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഡയറ്റീഷ്യൻ്റെ ഗൈഡൻസിന് എനിക്ക് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത് 3 ചപ്പാത്തി വരെയൊക്കെ അലൗഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 2 എണ്ണമൊക്കെയാണ് ഞാൻ മോസ്റ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ദോശയാണെങ്കിലും 2 എണ്ണം, അല്ലെങ്കിൽ റാഗിപ്പുട്ടാണെങ്കിൽ ഒരു മിനിമം ഒരു ഇത്ര ക്വാണ്ടിറ്റി എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, നമ്മൾ നോർമലി എടുക്കുന്ന കറി എന്താണോ ആ കറി എടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം ടോട്ടലി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു യോക്ക് അലൗഡ് ആയിരുന്നു, ബാക്കി എഗ് വൈറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി മോർണിംഗ് എഗ് വൈറ്റ് എടുക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ എഗ് വൈറ്റും നോർമലി നമ്മൾ എടുക്കുന്ന എന്ത് കറിയാണ്, ഇപ്പോൾ മുട്ടക്കറി ആണെങ്കിൽ അങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിയോ സാമ്പാറാണെങ്കിൽ അത് കൂട്ടിയിട്ട് അതിൻ്റെ ഒപ്പം ഈ എഗ് വൈറ്റ്സ് എടുക്കാനായിട്ട് നോക്കും. 1 or 2 എഗ് വൈറ്റ്സ് എന്നുള്ള രീതിയിൽ എടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെജീസ് ആഡ് ചെയ്യാൻ തുടങ്ങി. അതായത് റോ ആയിട്ട് കട്ട് ചെയ്ത ഈ പറഞ്ഞ പോലെ ക്യാരറ്റ്സ്, ക്യുക്കമ്പർ, അല്ലെങ്കിൽ ഓറഞ്ച്, ആപ്പിൾ, പഴം എനിക്ക് റോബസ്റ്റ മാത്രമാണ് ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞാൻ റോബസ്റ്റയാണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അല്ല, കുറച്ച് വെജീസും ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ചിലേക്ക് വരുമ്പം പിന്നെ എനിക്ക് വർക്കൗട്ടിന് മുന്നായിട്ടും പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോസ്റ്റ്ലി ഞാൻ വർക്കൗട്ടിന് പോകുന്നൊരു സമയം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ആ എനർജി ഉണ്ട്. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഹാഫ് ഗ്രീൻ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. അപ്പം അത് ഗ്രീൻ ആപ്പിൾ കഴിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ തൈര് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ വർക്കൗട്ട് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സംഭാരം അങ്ങനെയൊക്കെ കുടിക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ എനിക്ക് ആവശ്യമുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയും കഴിക്കുമായിരുന്നു. ഞാൻ മിക്കവാറും പോണത് ആ ഒരു 11 AM ആ ഒരു ടൈമിലാണ് ഞാൻ ജിമ്മിൽ അധികം പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ മീൽസ് ഇങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുന്നതിനേക്കാളും നമ്മൾ കറക്റ്റ് റൈറ്റ് ഫുഡ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്നുള്ളതാണ് ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് ഇനി ലഞ്ചിലേക്ക് വരുമ്പം ഞാൻ ചോറ് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ചോറ് എടുക്കുന്നത്. ആദ്യം തന്നെ വളരെ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ യൂഷ്വലി എടുക്കുന്നതിനേക്കാളും കുറച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഈ പ്രോട്ടീനായിട്ട് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യും. മുട്ടയോ മീനോ അങ്ങനെ എന്തെങ്കിലും. അതിൻ്റെ ഒപ്പം പച്ചക്കറികൾ, അതായത് തോരൻ, മെഴുക്കുവരട്ടി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ മീൻകറിയോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൂട്ടിയിട്ട് തന്നെ കഴിക്കും. എപ്പോഴും അതിൻ്റെ ഒപ്പം ഈ ഫൈബേഴ്സും പ്രോട്ടീനും ആഡ് ചെയ്യാനാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയിട്ട് എനിക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ കുടിക്കാം, പക്ഷേ സ്കിംഡ് മിൽക്കിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെയ്തിരുന്നൊരു സംഭവം, ഞാൻ എന്നും ചായയും കാപ്പിയും കുടിക്കില്ല.
പക്ഷേ എപ്പോഴെങ്കിലും കുടിക്കുമ്പോൾ ഞാൻ സ്കിൻഡ് മിൽക്കിലല്ല, ഞാൻ ചെറിയൊരളവിലാണ് കുടിക്കുന്നത്. അപ്പം ഞാൻ നോർമൽ പാലിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കിൻഡ് മിൽക്ക് ആക്കാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക, കുറച്ചും കൂടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കലില്ല. ചിലപ്പം നട്ട്സോ അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാകുമല്ലോ, ഈ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബദാമോ അതിൻ്റെ എന്തെങ്കിലും കൂടെ കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബനാനയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ അതിനുശേഷം ഡിന്നറിലേക്ക് വരുമ്പം, ഡിന്നറിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മേ ബി ഒരാഴ്ച വരെയൊക്കെ ഞാൻ എന്തെങ്കിലും ഓട്സ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് ആ കാർബ് എന്നുള്ളത് രാത്രിയിൽ അങ്ങനത്തെ കാർബ് അടങ്ങുന്ന ഇപ്പോൾ ഓട്സ് ദോശ, അപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കഴിക്കാതെ എന്തെങ്കിലും സാലഡ്സോ അല്ലെങ്കിൽ ഇപ്പം എഗ് ബുർജി പോലെ നമ്മൾ മുട്ട ചിക്കിയിട്ട് അങ്ങനെ കഴിക്കുകയോ, അല്ലെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്ത ചിക്കനോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ അതിൻ്റെ ഒപ്പം വെജീസൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ആൻഡ് പിന്നെ കുറേ നാൾക്ക് ശേഷം ഇത് തന്നെയാണ് ഞാൻ മോസ്റ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ പതുക്കെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ആക്കി, അല്ലെങ്കിൽ മോർണിംഗ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സ്മൂത്തീസ് ആക്കി. പിന്നെ ഉച്ചയ്ക്കുള്ളത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ലഞ്ചും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. രാത്രി ഡിന്നറിൽ ഇതുപോലെ കാർബ് വരുന്ന അത്രയും ഹെവി കാർബ് വരാത്ത രീതിയിൽ ആക്കാൻ നോക്കി. ബ്രേക്ക്ഫാസ്റ്റിന് ചില ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ദോശ അല്ലെങ്കിൽ റാഗിപ്പുട്ട്, സ്മൂത്തി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ള രീതിയിലോ അങ്ങനെ മാറ്റി തിരിച്ചൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി. ആ രീതിയിലാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തത്. പിന്നെ ഈ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ മാക്സിമം ഒക്കെ എടുക്കാൻ നോക്കും. പിന്നെ ചില ദിവസങ്ങളിൽ പുറത്തൊക്കെ പോകേണ്ടി വരുമ്പം, അതായത് നമ്മളിപ്പോൾ പുറത്ത് ഇടയ്ക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ചിലപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എനിക്ക് നേരത്തെ അറിയാം അങ്ങനെ പോകും എന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട്, ഇപ്പോൾ ഈവനിങ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് മോർണിംഗ് മാക്സിമം കട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആക്കും. മോർണിംഗ് ചപ്പാത്തി അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ മോർണിംഗ് എന്തെങ്കിലും സാലഡ്സോ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഡിന്നറിന് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് ചപ്പാത്തി എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ പോലെ എന്തെങ്കിലും അങ്ങനെ എടുക്കും, അല്ലെങ്കിൽ സൂപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കും, മുൻകൂട്ടി അറിയുന്നതാണെന്നുണ്ടെങ്കിൽ. അതല്ല യാദൃശികമായിട്ട് നമുക്ക് അറിയാതെ ചില ദിവസങ്ങളൊക്കെ സംഭവിക്കാം, പുറത്ത് പെട്ടെന്ന് പോകേണ്ടി വരും, അപ്പോൾ നമുക്കൊരു ഫുഡ് അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ ആ ദിവസം കഴിക്കും. പക്ഷെ മാക്സിമം ഒരുപാട് ഹെവി ആയിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ മന്തി ഇതൊന്നും കഴിക്കാതെ, ഒരുപാട് ഹൈ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതെ കുറച്ച് നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കഴിച്ചു പോകുന്ന പോലത്തെ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ കറികളോ ഒരുപാട് ഫ്രൈഡ് അല്ലാത്ത ചിക്കൻ കറീസോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് സ്റ്റക്ക് ആയതാണ്. ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഡേയിൽ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് നമുക്ക് കുറയുന്നുണ്ടാകും, കുഴപ്പമില്ലാതെ കുറയും. ഒരു 5 kg കുറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ വെയിറ്റ് സ്റ്റക്ക് ആവാൻ തുടങ്ങി. പിന്നെ ഒരു 2-3 ആഴ്ച, ഒരു മാസത്തോളം ഏകദേശം ഒരേ വെയിറ്റിൽ ഇങ്ങനെ നിന്നു. അത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗ്രാമുകൾ കുറയുന്നല്ലാതെ വെയിറ്റ് കുറയുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി. ഇത് എന്ത് ചെയ്യും, എന്താ ഇത് മാറാത്ത, ഇതിങ്ങനെ തന്നെ ആയിരിക്കുമോ, എത്ര നാളെടുക്കും, നമ്മൾ എന്നും ഡയറ്റ് എടുക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടൊന്നും ഇതിങ്ങനെ തന്നെ എന്നുള്ള കുറേ കൺഫ്യൂഷൻസും തോട്ട്സും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാനത് അപ്പം എൻ്റെ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആൾ പറഞ്ഞു ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ എടുക്കണോ, ഞാൻ യൂട്യൂബിലൊക്കെ റെഫർ ചെയ്തു. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പറഞ്ഞു ചിലർ, അപ്പോൾ പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാനൊരു 3 ഡേയ്സോളം കാർബ്, ഉച്ചയ്ക്ക് കഴിക്കുന്ന കാർബ് ഞാൻ കുറച്ചു. അങ്ങനെ കാർബിൽ നിന്നുള്ളൊരളവ് ഞാൻ മാറ്റിയിട്ട് 3 ഡേയ്സ് ഞാൻ ചിയ സീഡ് വാട്ടർ ഡെയിലി ആ 3 ദിവസങ്ങളിൽ ഞാൻ വെള്ളം ഒരു ബോട്ടിലിനകത്താക്കി 1 ലിറ്ററോളം ഞാൻ പല 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 സമയങ്ങളിലായിട്ട് ഇത്തിരി ഇത്തിരിയായിട്ട് കുടിച്ചു. അതിൻ്റെ ഒപ്പം ഉച്ചയ്ക്ക് ഞാൻ ഈ ചോറെന്നുള്ളത് ബാക്കി എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ചോറെന്നുള്ളത് മാറ്റിയിട്ട് പയറ് പുഴുങ്ങിയത്, കടല, ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 3 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് സ്റ്റക്ക് മാറി, വീണ്ടും 1 കിലോൻ്റെ കുറഞ്ഞു. അങ്ങനെ വീണ്ടും ആ ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പല ഓഫ് ട്രാക്ക് ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് ദിവസം ഞാൻ ഓഫ് ട്രാക്ക് ആവാതെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയ നേരത്ത് എന്നോട് പല ആൾക്കാരും എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
സോ എൻ്റെ വെയിറ്റ് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് പൊതുവെ ഭയങ്കര നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പൊതുവെ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വെയിറ്റ്, നമ്മുടെ വെയിറ്റ് റിവീൽ ചെയ്യുക എന്നുള്ളത്. എനിക്കത് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, എൻ്റെ വെയിറ്റ് റിവീൽ ചെയ്യുന്നത്. ആരും എന്നോട് വെയിറ്റ് ചോദിക്കല്ലേ എന്നാണ് ഞാൻ പൊതുവെ ചിന്തിച്ചിട്ടുള്ളത്. കാരണം വെയിറ്റ് ചോദിക്കുമ്പോൾ എന്നെ ഭയങ്കര ട്രൊമറ്റൈസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കാര്യം. കാരണം മറ്റൊന്നുമല്ല, ചെറുതിലേ മുതലേ അത് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഒരു പേടിയായിരുന്നു. എൻ്റെ വെയിങ് സ്കെയിലിലേക്ക് കയറി നിൽക്കുമ്പം എൻ്റെ വെയിറ്റ് കാണുന്നത് എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് അൺഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഒരു ദിവസം ഇങ്ങനെ കൂടുന്നതായിട്ടൊക്കെ കാണുമ്പം ചിലപ്പോൾ ഹോർമോണൽ വേരിയേഷൻ്റെ ഒക്കെ എനിക്കൊരു പേടിയായിരുന്നു അത്. സോ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണ സമയത്ത് എൻ്റെ വെയിറ്റ് കുറച്ച് ലോസ് ആയതിനു ശേഷം ഞാൻ ആ വെയിറ്റിനെ കുറിച്ച് പറയാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ജേർണി, എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ഹയ്യസ്റ്റ് പീക്കിലെത്തിയത് ഇപ്പോൾ ഈ ഒരു സമയമായിരുന്നു. ആ ഒരു ജനുവരി ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെയിറ്റിലേക്ക് ഞാൻ എത്തിയത്. അത് 94 kgs വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ എൻ്റെ വെയിറ്റ് 86 kgs ആണ്. സോ എറൗണ്ട് ഏകദേശം ഒരു 8 കിലോളം എൻ്റെ കുറഞ്ഞിട്ടുണ്ട്, 7-8 കിലോളം എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ വെയിറ്റ് ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റക്കായിട്ടല്ല, നിർത്തിയെന്നൊന്നുമല്ല, ഞാനത് എപ്പോഴും ആ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഗോളിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാനത് ശ്രമിക്കുന്നുണ്ടാവും. ഞാൻ അധികം പ്രിപ്പയർ ഒന്നും ആവാതെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തുമാത്രം അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര അൺഫിൽറ്റേർഡ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്നോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഞാനിങ്ങനെ ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ആൾക്കാരുടെ വീഡിയോസ്, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരാൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് എവിടേക്കോ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ, എവിടേക്കോ എന്നെ ഹീൽ ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. സോ മേ ബി എൻ്റെ ഈ ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മേ ബി നിങ്ങളുടെ വെയിറ്റ് ഹൈ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പല സിറ്റുവേഷനിലും നമ്മളോട് തന്നെ ഭയങ്കര റൂഡാകും, നമുക്കിത് പറ്റില്ല എന്ന് തോന്നും, നമ്മൾ ടയേർഡ് ആകും, ഇനി എന്നെക്കൊണ്ട് ഇത് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇത്രയുമൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഇത് സാധിക്കും. എസ്പെഷ്യലി ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ഒരാൾക്ക് അവരുടെ ജേർണി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കുമ്പം പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. കാരണം ഒരു ദിവസം നമ്മുടെ വെയിറ്റ് ഹൈ ആയിട്ട് കാണിച്ചു, ഒരു ദിവസം ലോ ആയിട്ട് കാണിച്ചു, വീണ്ടും നമ്മൾ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഹൈ ആയിട്ട് കാണിക്കും, കുറേ മൂഡ് സ്വിങ്സ് വരും. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് നമ്മളിത് കൊണ്ടുപോകുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ആ ഒരു വിശ്വാസം കളയാതെ നിങ്ങളെ തന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്കും ചേഞ്ച് വരും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വീഡിയോ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.